ഇന്ന് എന്തെങ്കിലും ഒരു ഹെൽത്തി സിമ്പിൾ റെസിപ്പി നോക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സൂപ്പർ ഫുഡ് സ്വീറ്റ് പൊട്ടാറ്റോ ഇരിക്കുന്നത്. സ്വീറ്റ് പൊട്ടാറ്റോ സൂപ്പറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. എനിക്ക് തോന്നുന്നേ ആരും ഇങ്ങനെ സ്വീറ്റ് പൊട്ടാറ്റോ പീൽ ചെയ്യത്തില്ലായിരിക്കും, പക്ഷെ ഞാനതിനെ നല്ല പീൽ ചെയ്ത് വെളുപ്പിച്ചിടുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പം പിന്നെ പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും കംഫർട്ട് ഫുഡ് എന്ന് വെച്ചാൽ ഒരു പക്ഷേ സ്വീറ്റ് പൊട്ടാറ്റോ അതിലുണ്ടായിരിക്കും കേട്ടോ. കാരണം സ്വീറ്റ് പൊട്ടാറ്റോ ഹെൽത്തിയാണ്, പിന്നെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ എന്താ സാറേ, ഒന്നും തന്നെ വേണ്ടല്ലോ. ഈ ഉള്ളിച്ചമ്മന്തി എൻ്റെ ഒരു നൊസ്റ്റുകൾപ്പെട്ടതാണേ. പണ്ട് കുട്ടിക്കാലത്ത് തൊട്ടേ ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ കപ്പയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം പിന്നെ കപ്പയ്ക്ക് വരെ സ്വീറ്റ് പൊട്ടാറ്റോ ആക്കി, കാരണം കപ്പ അത്ര നല്ലതല്ലെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെയായാലും കപ്പ എന്തായാലും നമ്മൾ ഇവിടത്തെയൊന്നും ഇല്ല, കപ്പ കിട്ടി എന്തായാലും കഴിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പം കുറച്ച് ഹെൽത്തിയായിട്ട് സ്വീറ്റ് പൊട്ടാറ്റോയിലോട്ട് അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഉള്ളിച്ചമ്മന്തി എൻ്റെ മോൻ്റെ ഒരു ഫേവറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനും എൻ്റെ മോനും മാത്രമേ ഇതിവിടെ കഴിക്കാറുള്ളൂ ഈ ഉള്ളിച്ചമ്മന്തി. അങ്ങനെ ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഈ സൂപ്പർ ഉള്ളിച്ചമ്മന്തിയൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ.